സത്യത്തിന് നേരെ കണ്ണടയ്ക്കാൻ എനിക്ക് പ്രയാസമാണ്. ഞാൻ പ്രതികരിക്കും. തിലകൻ വളരെ കൃത്യമായി നിലപാടെടുത്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു എന്നുള്ളത് പിൽക്കാലം തെളിയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്രയും കാലം എവിടെയായിരുന്നു? ക്രിസ്ത്യൻ ബ്രദേഴ്സിൽ വളരെ പ്രധാനപ്പെട്ട റോൾ ചെയ്യേണ്ടിയിരുന്ന ആളാണ് തിലകൻ. ആ തിലകനെ സിനിമയിൽ നിന്ന് വിലക്കിയതിന്, ക്രിസ്ത്യൻ ബ്രദേഴ്സിൽ നിന്ന് വിലക്കിയതിന് പിന്നിൽ മമ്മൂട്ടിയും മോഹൻലാലുമാണ് എന്നുള്ള ഒരു കണ്ടെത്തൽ കൂടി ഇതിനകത്ത് വരുന്നു. അതൊരു വലിയ സത്യമാണ്. തിലകനെ പുറത്താക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് ഈ പറയുന്ന വിനയന്റെ സിനിമകളിൽ അഭിനയിക്കുക, ചില കാര്യങ്ങൾ തുറന്നു പറയുക, അത്തരം ചില സംഭവങ്ങളാണ് തിലകനെ പുറത്താക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. കോട്ടും സൂട്ടും ഇട്ട് മറയ്ക്കാനാവില്ല മോനെ, സത്യം. മറ്റൊന്ന് ദിലീപിന്റെ കാര്യം സൂചിപ്പിച്ചിരുന്നു. ദിലീപിന് ഈ മാക്റ്റ എന്ന സംഘടന തകർക്കുക എന്ന് പറയുന്നത് അത് അന്നത്തെ കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഘടനയായിരുന്നു. ആ സംഘടന തകർക്കുന്ന ഘട്ടത്തിലേക്ക്, അല്ലെങ്കിൽ തകർത്തതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ചത് ദിലീപായിരുന്നു. അതുമാത്രമല്ല, വേനന്റെ സിനിമയിൽ അഭിനയിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കലാസംവിധായകനെ നേരിട്ട് സമീപിച്ചത് ദിലീപാണ് എന്നുള്ളതാണ്. ഈ മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും ദിലീപിന്റെയും ബി ഉണ്ണികൃഷ്ണന്റെയും ഒക്കെ തന്നെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ തയ്യാറാക്കിയിട്ടുള്ള വിധിപ്പകർപ്പ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പവർ ഗ്രൂപ്പിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയവുമില്ല. തങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ആളുകളെ ഒരു തരത്തിലും ജീവിക്കാൻ അനുവദിക്കില്ല, അവർ ഒരു തരത്തിലും ഗതിപിടിക്കരുത് എന്നുള്ള നിലയിലേക്ക് വരെ ഇവർ പെരുമാറിയിട്ടുണ്ട് എന്ന് തെളിയിക്കുന്നത് കൂടിയാണ് 7 വർഷം പഴക്കമുണ്ടെങ്കിൽ പോലും പ്രസക്തമായിട്ടുള്ള കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ വിധിപ്പകർപ്പ്.